രാവിലെ തന്നെ കുളിച്ച് കുറിയൊക്കെ തൊട്ട് വീട്ടിലോട്ട് പോവുകയാണ്. ഇന്ന് കർക്കിടക വാവായിട്ട് ഇവിടെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എൻ്റെ വീട്ടിൽ അച്ഛൻ ബലിയിടും, അപ്പോൾ അവിടെ സദ്യ കഴിക്കാനായിട്ട് പോവുകയാണ്. ഇന്നലെ തന്നെ അമ്മയെ വിളിച്ചപ്പോൾ ഞാൻ വന്നിട്ട് മലക്കറിയും തേങ്ങയൊക്കെ തിരികെ തരാമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ എത്തിയപ്പോഴേക്കും ആൾ പരിപ്പും തോരനും സാമ്പാറും ചോറും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അവിയലിനുള്ള കഷ്ണങ്ങൾ കുക്കറിലിട്ടിട്ടുണ്ടായിരുന്നു. പായസത്തിനുള്ള കടലയും വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ 2 ഇഡ്ഡലിയും കുറച്ച് കടലക്കറിയും ചമ്മന്തിപ്പൊടിയും കൂടി എടുത്ത് കഴിച്ചിട്ട് കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അതൊന്ന് കഴുകാനായിട്ടിട്ട് പിന്നെ നമ്മുടെ വെന്ത കടലേക്കൊന്ന് ഉടച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേ. രാവിലത്തെ ചായ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതൊന്നും ഞാൻ ചൂടാക്കി കുടിക്കുന്നുണ്ട്. പിന്നെ പായസത്തിന് വേണ്ടിയിട്ടുള്ള 1-ാം പാലും 2-ാം പാലും റെഡിയാക്കി അതൊന്ന് സെറ്റാക്കിയിട്ട് അച്ഛൻ്റെ അടുത്ത് ഒരു ജോലി ഉണ്ടെന്ന് പറഞ്ഞ് അച്ഛൻ്റെ കയ്യിൽ തേങ്ങ പൂളി തരാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആ പായസം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ട് വീടിൻ്റെ ബാക്കിലോട്ടൊന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ അച്ഛൻ കുറച്ച് ചെടി നട്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് കാണാനാണ് പോയത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു കീരയുടെ വിത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൽ 2 എണ്ണം പൊടിച്ചിട്ടുണ്ട്. പിന്നെ രമ്പയില ചെറിയ ഇലയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എന്നിട്ട് കത്തിരിയും പൊടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അച്ഛനാണെങ്കിൽ പെട്ടെന്ന് കായ്ക്കുന്ന തേങ്ങയും വെണ്ടയ്ക്കയും കത്തിരിക്ക, പേര, വാഴ, ചീനിയ വരക്കൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ട് ബാക്കിൽ ഒരു തൊഴുത്തുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ മോള് ഈ പശുവിന് പുല്ല് കൊടുക്കലാണ് ആളുടെ പണി. ഇവിടെ ഒരു മുന്തിരി മരമുണ്ട്, അതായത് സീതപ്പഴം. അപ്പോൾ അതും ഒന്ന് നോക്കി എവിടെന്നോ കുറച്ച് വിത്ത് വീണ് പൊടിച്ചൊരു കപ്പയ്ക്കയും നിൽപ്പുണ്ടായിരുന്നേ. ഇവിടെ ഇന്നമ്മ കുറച്ച് നെയ്യിലോട്ട് ചവ്വരി നന്നായിട്ട് വറുത്തപ്പോൾ അത് നല്ല ബബിള് പോലെ വലുതായിട്ടുണ്ടായിരുന്നു. അതിനെ അങ്ങനെ തന്നെ പായസത്തിലിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് അമ്മയുടെ റെസിപ്പിയാണെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ നെയ്യിലോട്ട് ഇട്ടൊന്ന് വറുത്തിട്ട് നമ്മൾ പൂളിയ തേങ്ങയും കൂടെ ഇട്ട് ഒന്ന് വറുത്തെടുത്തപ്പോഴേക്കും നമ്മുടെ പായസം അവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്രാവശ്യം വാവിന് വീട്ടിലല്ലേ അച്ചാർ ഉണ്ടാക്കിയത്. കുടുംബശ്രീ ആൻറ്റിമാരുണ്ടാക്കുന്ന അച്ചാറാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇഞ്ചി, മാങ്ങ, നാരങ്ങ, പിന്നെ നേരത്തെ തന്നെ വാഴയില വെട്ടി കഴുകി വച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അവിയലും റെഡിയായി. ഫൈനലായിട്ട് പപ്പടവും പൊരിച്ചപ്പം സദ്യ അവിടെ സെറ്റായിട്ടുണ്ട്. ഇപ്രാവശ്യം 12 മണിക്ക് മുന്നേ തന്നെ സദ്യ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാനും മോളും കാക്കയ്ക്ക് ചോറ് കൊടുത്തിട്ട് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. ഞാനെടുത്ത ചോറിൻ്റെ പകുതി പരിപ്പും പകുതി സാമ്പാറുമായിട്ടാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ഗ്ലാസ് പായസവും കൂടെ കുടിച്ചിട്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. പിന്നെ ഒരു 6 മണി ആയപ്പോഴേക്കും കുറച്ച് ചായയും കുടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.